നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു PYQ സീരീസിലോട്ട് സ്വാഗതം. അപ്പോൾ PYQൻ്റെ പ്രാധാന്യമൊക്കെ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാലോ. നമ്മുടെ സഹകാരി റേസ് പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിൽ മിക്ക ദിവസങ്ങളിലും PYQ സീരീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കൂട്ടുകാർ നോക്കി പഠിക്കുവാനായി ശ്രമിക്കണം. ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അതിൽ നിന്നും മനസ്സിലാക്കുവാനായി കഴിയും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് PYQ സീരീസ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ PYQ സെക്ഷൻ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പോയിന്റ്സ് ഒന്ന് കുറിച്ച് വയ്ക്കാനും ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ടോപ്പിക്സ്, ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില ടോപ്പിക്സ് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്സ് ഉറപ്പായിട്ടും പഠിച്ചു വച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 023/2025 ഓക്കെ എന്ന ബാർകോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കൊക്കെ എടുത്തിരിക്കുക. അതോടൊപ്പം തന്നെ അറിഞ്ഞൂടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അറിഞ്ഞൂടാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആവർത്തിക്കുന്ന ടോപ്പിക്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചിട്ട് ഉറപ്പായിട്ട് നിങ്ങളത് പഠിച്ചിട്ടേ PSC എക്സാമിന് പോകാവൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കായുള്ള ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമ ലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം, ഓപ്ഷൻ സി 3ഉം 4ഉം, ഓപ്ഷൻ ഡി 4 മാത്രം. സോ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. 1929 ലാഹോർ സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് അല്ലേ. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. 4 മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ബന്ധമില്ലാത്തത്. അപ്പോൾ ഇതേ കണക്കത്തുള്ള വാക്കുകൾ ഉണ്ടായിരിക്കും, ബന്ധമില്ലാത്തത്, ശരിയായവ, ഓക്കെ, തെറ്റായത് ഏത് തുടങ്ങിയ വേർഡ്സ് ഉണ്ടെങ്കിൽ ആ വേർഡ്സ് നോട്ട് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യാവൂ, ആൻസറിലോട്ട് കടക്കാവൂ. സോ ഇവിടെ ബന്ധമില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 മാത്രം, അതായത് 1930 ഓഗസ്റ്റ് 15 എന്താണ് അവിടെ വരുന്നത്? ജനുവരി 26. ഓക്കെ, ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാനായി തീരുമാനിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ബഹുമാനാർത്ഥം എന്നുള്ള നിലയ്ക്കാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് നമുക്ക് മനസ്സിലായി, ഏതാണ്? INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം സുഹൃത്തുക്കൾക്ക് അറിയാം, 1885. ഡേറ്റും കൂടെ അറിഞ്ഞിരിക്കുന്നു, എന്നാണ്? ഡിസംബർ 28. ഓക്കെ, 1885 ഡിസംബർ 28 എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. അതോടൊപ്പം തന്നെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? ബോംബെയിലായിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? 72 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ്. INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം, പ്രസിഡന്റ്, അതുപോലെ തന്നെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്, അതോടൊപ്പം തന്നെ അംഗങ്ങളുടെ എണ്ണം. ഓക്കെ, ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം, ഇത്രയും അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയേത്? കണ്ടോ, ആ വേർഡ് നോട്ട് ചെയ്യണം. എന്താണ് ശരിയേതെന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ, 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു അല്ലേ. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ. എന്താണ്? അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ശരിയേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അതോടൊപ്പം തന്നെ അടുത്ത നോക്കിയേ, 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെ. അതും ശരിയായിട്ടുള്ള ഉത്തരമാണ്. അടുത്ത നോക്കിയേ,
അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു അല്ലെ. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനും ഇദ്ദേഹമായിരുന്നു. സോ അതും എന്താണ്, ശരിയായിട്ടുള്ള ആൻസർ ആണ്. അതോടൊപ്പം തന്നെ അടുത്ത നോക്കിയേ, ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും. അതും ശരിയാണ്. സോ ഇവിടെ എ ബി സിയിലുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. എല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റിലിന്റെ പതനം. രണ്ടാമത്തെ ഓപ്ഷൻ റൂസോ, സാമൂഹ്യ കരാർ. മൂന്നാമത്തെ ഓപ്ഷൻ സൺയാറ്റ് സൺ, റഷ്യൻ വിപ്ലവം അല്ലെ. അത് ശരിയായിട്ടുള്ള ആൻസർ അല്ല അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു അല്ലെ. സോ ഇവിടെ എന്താണ്, തെറ്റായ ജോഡിയാണ് തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഏതാണ് ഇവിടുത്തെ തെറ്റായ ജോഡി എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി. ഓക്കെ, സോ സൺസയാറ്റ് സൺ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ചൈനീസ് വിപ്ലവം. അപ്പോൾ ചൈനീസ് വിപ്ലവത്തിന്റെ വർഷം കൂട്ടുകാർക്ക് അറിയാലോ, ഏത് വർഷമാ? 1911. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അതോടൊപ്പം കൂട്ടിച്ചേർക്കുക. അടുത്ത നോക്കിയേ, നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയേത് അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. മിറാത്ത് ഉൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു അല്ലെ. അത് രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷനാണ്. സോ അത് ശരിയാണ്. അടുത്ത നോക്കിയേ, ആത്മീയ സഭ സ്ഥാപിച്ചു അല്ലെ. ആത്മീയ സഭ സ്ഥാപിച്ചു അല്ലെ. അതും എന്താണ്, രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത നോക്കിയേ, തുഫത്തുൽ മുഹമ്മദീൻ എന്ന ഗ്രന്ഥം എഴുതി അല്ലെ. അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അടുത്ത നോക്കിയേ, സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. സോ ഇവിടെ എല്ലാ ഓപ്ഷനും ശരിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കാം. എന്താണ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സുഹൃത്തുക്കളെ? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ബ്രഹ്മസഭ, ഓക്കെ, ബ്രഹ്മസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ അത് എന്തായി മാറുന്നുണ്ട്? ബ്രഹ്മ സമാജമായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു കോളേജ്, ഓക്കെ, ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നത് എന്നാണ്? ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നത് 1817 ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദാന്ത കോളേജ്, ഓക്കെ, വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത് എന്നാണ്? 1825 വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ അവിടെ കൂട്ടിച്ചേർക്കുക. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയത് ആരാണ്? അക്ബർ രണ്ടാമനാണ് ഇദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയത്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മ സമാജം അല്ലെങ്കിൽ ബ്രഹ്മസഭ സ്ഥാപിച്ചു. ഹിന്ദു കോളേജ് 1817. അതോടൊപ്പം തന്നെ വേദാന്ത കോളേജ് 1825. അതോടൊപ്പം തന്നെ രാജ പദവി നൽകിയത് ആരാണ്? അക്ബർ രണ്ടാമൻ. ഇത്രയും കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഗുരുവായൂർ സത്യാഗ്രഹം, രണ്ടാമത്തെ ക്ഷേത്ര പ്രവേശന വിളംബരം, മൂന്നാമത്തെ വൈക്കം സത്യാഗ്രഹം, നാലാമത്തത് മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്താണ്, കാലഗണനാ ക്രമം ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത എന്തെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള വർഷം അറിഞ്ഞിരിക്കുക ഓരോന്നിൻ്റെ. ഓക്കെ, ഓരോ സംഭവങ്ങളും നടന്ന വർഷം കൂട്ടുകാർ കൃത്യമായി റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. കാണാപ്പാഠം പഠിച്ചിരിക്കണം. ഓക്കെ, കാണാപ്പാഠം പഠിക്കാനായിട്ട് എന്താണ്, ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനെക്കാട്ടിയും ഒരു മാർഗം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? സ്റ്റിക്ക് നോട്ടിൽ എഴുതുക. സ്റ്റിക്ക് നോട്ടിൽ വർഷങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എപ്പോഴും പാസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇരുന്ന് പഠിക്കുന്ന നിങ്ങളുടെ സ്ഥലം വീട്ടിലുണ്ടായിരിക്കും. അതിൻ്റെ അടുത്തായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു സ്റ്റിക്ക് നോട്ട് പേസ്റ്റ് ചെയ്യുക. അത് നോക്കി ആവർത്തിച്ച് വായിക്കുവാനായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അതവിടെ നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിന്റെ വർഷങ്ങൾ ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് അതിന്റെ കാലഗണനാ ക്രമത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം സുഹൃത്തുക്കളെ എന്നാണെന്നൊന്ന്
പറഞ്ഞേ 1931 നവംബർ 1. ഡേറ്റും കൂടെ ഇതിനോടൊപ്പം പഠിച്ചിരുന്നാൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമ്മുടെ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഡേറ്റും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡേറ്റും കൂടെ അറിഞ്ഞിരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്ത നോക്കി, ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 എന്ത്, ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. അതോടൊപ്പം തന്നെ ഈ വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു കോഡ് രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഒക്കെ പഠിച്ചു വെച്ചിരുന്നാൽ ഓർക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ നോക്കി 1931 നവംബർ 1. നവംബർ എന്ന് പറയുന്നത് എന്താണ്, 11ാം മാസമാണ്. സോ 11ാം മാസത്തിലെ 1-ാം തീയതി എന്താണ്, 1930 അല്ലെ, 1-1. അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാം, വർഷത്തിലോട്ട് എത്തിച്ചേരാം. ആ രീതിയിലൊക്കെ ഓർത്തു വെച്ചാൽ കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും. അടുത്ത നോക്കിയേ, വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 തുടങ്ങി എന്നാണ് അവസാനിച്ചത് 1925 നവംബർ 23 അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഈ 2 വർഷങ്ങളും കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് 1924 മാർച്ച് 30, അവസാനിച്ചത് 1925 നവംബർ 23. ദെൻ മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു, 1920. ഡേറ്റ് എന്നാണ്, ഓഗസ്റ്റ് 18. ഓക്കെ, ഡേറ്റും കൂടെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പ്രസ്താവന ചോദ്യങ്ങളിൽ അത് നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നോക്കിയേ, ആദ്യം നടന്നത്, ഓക്കെ, ഫസ്റ്റ് നടന്നത് ഏതാണെന്ന് നോക്കി, ഏതാണ്, ഗാന്ധിജിയുടെ സന്ദർശനം അല്ലേ. സോ 1920. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, ബി അല്ലെ. അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാനായിട്ട് കഴിയും. കാരണം ബാക്കി ഒന്നിലും എന്തില്ല, ആ 4 എന്നുള്ള ഓപ്ഷൻ ആദ്യം തുടക്കത്തിലില്ല. സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. ആദ്യം നടന്നത് 1920 ഓഗസ്റ്റ് 18, മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം 1931. ലാസ്റ്റ് എന്താണ്, ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയ സുഹൃത്തുക്കളെ, 6ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നൽകിയിരിക്കുന്നത് നീലദർപ്പൺ ദീനബന്ധു മിത്ര, രണ്ടാമത്തെ ഹിന്ദ് സ്വരാജ് BR അംബേദ്കർ, മൂന്നാമത്തെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്, നാലാമത്തെ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ MN റോയ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഏതാണ് ശരിയായ ജോഡി, ഓക്കെ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്ന സുഹൃത്തുക്കളെ, നോക്കി, ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കി. ഏതാണ്, ഹിന്ദു സ്വരാജ് BR അംബേദ്കർ അല്ല. ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദെൻ തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്നുള്ളത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, BR അംബേദ്കർ. ഓക്കെ, BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോട്ട്സ് ഓൺ പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ നീലദർപ്പൺ ദീനുബന്ധു മിത്ര ശരിയായിട്ടുള്ളതാണ് അല്ലെ. നീലദർപ്പൺ എന്നുള്ള നാടകം അല്ലെ, നീലം കർഷകർ അല്ലെങ്കിൽ നീല കർഷകരുടെ ആ ഒരു യാതനകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയാണ്, ഒരു നാടകമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അല്ലെ, കറക്റ്റ് ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ളത്. സോ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത 7ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ, ഗ്രാനൈറ്റ് ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ എ കായാന്തരിക ശിലകൾ, ഓപ്ഷൻ ബി അവസാദ ശിലകൾ, ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ്. ആഗ്നേയ ശിലകളാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാനൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്, ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഒന്ന് നോക്കിയ സുഹൃത്തുക്കളെ, 8ാമത്തെ ചോദ്യം, ഇന്ദ്രാവതി ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്. ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി താപ്തി. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ നോക്കിയേ, ഓപ്ഷൻ
ബി അല്ലേ, ഗോദാവരിയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഗോദാവരിയുടെ പോഷക നദികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, 9ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. ഏത് 9ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ദേശീയ ജലപാത 1, ഓപ്ഷൻ ബി ദേശീയ ജലപാത 2, ഓപ്ഷൻ സി ദേശീയ ജലപാത 3, ഓപ്ഷൻ ഡി ദേശീയ ജലപാത 4. ഓക്കെ, സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണല്ലേ, ദേശീയ ജലപാത 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നമുക്ക് ഓരോ ജലപാതകളെ പറ്റി ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ ജലപാത നോക്കിയേ, ദേശീയ ജലപാത 1. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ നീളം കൂടിയ ദേശീയ ജലപാത എന്നറിയപ്പെടുന്ന ഏതാണ്? ദേശീയ ജലപാത 1 എത്രയാണ് അതിന്റെ കിലോമീറ്റർ? 1620 കിലോമീറ്റർ ആണ്. 1620 കിലോമീറ്റർ ആണ് NW1 അല്ലെങ്കിൽ ദേശീയ ജലപാത 1. ഓക്കെ, ഏത് മുതൽ ഏതുവരെയാണ്? ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ് മുതൽ പശ്ചിമ ബംഗാളിലെ ഹാൽദിയ വരെയാണ് ദേശീയ ജലപാത 1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, ദേശീയ ജലപാത 2. ഓക്കെ, ദേശീയ ജലപാത 2 ഏത് നദിയിലാണ് ഉള്ളത്? ബ്രഹ്മപുത്രയിലാണ്. ഓക്കെ, ബ്രഹ്മപുത്രയിലാണ് ദേശീയ ജലപാത 2 എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ നീളം എത്രയാണ്? 891 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഏത് മുതൽ ഏത് വരെയാണ്? ആസാമിലെ സാദിയ മുതൽ ദുബ്രി വരെയാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ ജലപാത 2 ഉള്ളത്. ഓക്കെ, അടുത്ത ദേശീയ ജലപാത 3 ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരം കനാലാണ് ഏതെന്ന് പറയുന്നത്? ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ദേശീയ ജലപാത 4. ഓക്കെ, ദേശീയ ജലപാത 4 ഏത് മുതൽ ഏത് വരെയാണ്? ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ മുതൽ തമിഴ്നാട്ടിലെ പുതുച്ചേരി വരെ. ഓക്കെ, തമിഴ്നാട്ടിലെ പുതുച്ചേരി വരെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? ദേശീയ ജലപാത 4 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 1 അല്ലെങ്കിൽ NW1. ഏതു മുതൽ ഏതുവരെയാണ്? ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ് മുതൽ പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ഹാൽദിയ വരെയാണ് നീണ്ടു കിടക്കുന്നത്. ദെൻ ദേശീയ ജലപാത 3 കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. നോട്ട് ചെയ്ത് വെച്ചോളുക, ഈ ടോപ്പിക്ക് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, 10ാമത്തെ ചോദ്യം. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ അല്ലെങ്കിൽ NRSCയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. ഓക്കെ, ഏതാണ് സുഹൃത്തുക്കളെ അവിടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ് അല്ലേ, ഹൈദരാബാദ്. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം എവിടെയൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ISRO. ഓക്കെ, ISROയുടെ ആസ്ഥാനം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ഓക്കെ, കർണാടകയിലെ ബാംഗ്ലൂരിലാണ് എന്ത്? ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം ശ്രീഹരിക്കോട്ടയാണ്. ഓക്കെ, ശ്രീഹരിക്കോട്ട. അതോടൊപ്പം തന്നെ വിക്രം സാരാഭായ് സെന്റർ അല്ലെങ്കിൽ VSSCയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക, ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുക. ഓക്കെ, അപ്പോ ISRO ബാംഗ്ലൂർ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ തിരുവനന്തപുരം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കിയേ, ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത്? ഓപ്ഷൻ എ ലൂ, ഓപ്ഷൻ ബി ഫോൺ, ഓപ്ഷൻ സി ഹർമാറ്റൻ, ഓപ്ഷൻ ഡി ചിനൂക്ക്. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ഹർമാറ്റൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ, 12ാമത്തെ ചോദ്യം. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ലഘൂകരണം, ഓപ്ഷൻ ബി ജിയോ എഞ്ചിനീയറിംഗ്, ഓപ്ഷൻ സി പൊരുത്തപ്പെടുത്തൽ,
ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. സോ ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ലഘൂകരണം. ഓക്കെ, ലഘൂകരണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അപ്പോൾ 13ാമത്തെ ചോദ്യം നോക്കിയ സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര, ഓപ്ഷൻ ബി ശക്തികാന്ത ദാസ്, ഓപ്ഷൻ സി ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ഡി ദുവരി സുബരാവു. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഒന്ന് നോക്കിയേ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്രയാണ് അല്ലേ. ഇന്ത്യയുടെ 26ാമത്തെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ആരെന്ന് പറയുന്ന സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. അപ്പോൾ ശക്തികാന്ത് ദാസിനെ അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്ന ശക്തികാന്ത് ദാസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോന്നിന്റെ ഗവർണറോ അല്ലെങ്കിൽ ഓരോന്നിന്റെ ഹെഡിനെയൊക്കെ പറ്റി പഠിക്കാൻ നേരത്തെ അതിന് തൊട്ട് മുമ്പേ ഉള്ള ആളുകളുടെ പേരും കൂടെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. PSC ഇപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ എക്സൈസ് തിരുവ, ഓപ്ഷൻ ബി വിൽപ്പന നികുതി, ഓപ്ഷൻ സി കസ്റ്റംസ് തിരുവ, ഓപ്ഷൻ ഡി വരുമാന നികുതി. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി വരുമാന നികുതി. ഓക്കെ, ആ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത 15ാമത്തെ ചോദ്യം നോക്കിയേ. നബാർഡ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1980, ഓപ്ഷൻ ബി 1981, ഓപ്ഷൻ സി 1982, ഓപ്ഷൻ ഡി 1992. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഡേറ്റും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ജൂലൈ 12. ഓക്കെ, ജൂലൈ 12. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് മറ്റു ചില സ്ഥാപനങ്ങളും സ്ഥാപിതമായ വർഷങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കാം. RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935. ഓക്കെ, അപ്പോൾ RBI സ്ഥാപിതമായ വർഷം 1935. അടുത്ത നോക്കിയേ, SBI സ്ഥാപിതമായ വർഷം 1955. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1955. അടുത്ത നോക്കിയേ, NHB സ്ഥാപിതമായ വർഷം 1988. NHB അഥവാ നാഷണൽ ഹൗസിംഗ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1988. ഓക്കെ, ഈ ഒരു കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ RBI 1935, SBI 1955, NHB 1988. ഓക്കെ, എന്താണ് RBI സ്ഥാപിതമായി ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സ്ഥാപിതമായി? SBI സ്ഥാപിതമായി. ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ ഇപ്പം കേൾക്കുമ്പോൾ ഓർമ്മയിലിരിക്കും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? മറന്നു പോകും. അതിൻ്റെക്കാട്ടി ഉപരി എന്ത് ചെയ്തോളുക? സ്റ്റിക്ക് നോട്ടിൽ എഴുതി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ആയിക്കോളും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയ 16ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ അൻഷുല കാന്ത്, ഓപ്ഷൻ ബി അജയ് ബംഗ, ഓപ്ഷൻ സി ജോർജ് സുരോസ്, ഓപ്ഷൻ ഡി പർഗ്ജിത് സിൻഹ. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി അജയ് ബംഗയാണ്, അജയ് ബംഗ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 17ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1921, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1881, ഓപ്ഷൻ ഡി 1911. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി 1881 ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ അടുത്ത സെൻസസ് നടക്കാൻ പോകുന്ന വർഷം എന്നാണ്? 2026 ഏപ്രിലിലാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത സെൻസസ് ഇന്ത്യയിൽ നടക്കുവാനായി പോകുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയ സുഹൃത്തുക്കളെ. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോർട്ടിക്കൾച്ചർ, ഓപ്ഷൻ ബി സെറികൾച്ചർ, ഓപ്ഷൻ
സി പിസിക്കൾച്ചർ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ, സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്? അതായത് ഈ പഴങ്ങൾ, അതോടൊപ്പം തന്നെ പച്ചക്കറികൾ, പൂക്കൾ, അലങ്കാര മത്സ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഓക്കെ, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നിവയുടെയൊക്കെ കൃഷിയുടെ പരിപാലനത്തെയും കുറിച്ചൊക്കെയുള്ള പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അല്ലെ, ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? നല്ല ആരോഗ്യപരമായിട്ട് കുറച്ച് നാൾ ജീവിച്ചിരിക്കാം. ആ ഒരു കാര്യത്തിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, സുവർണ വിപ്ലവം, ഹോർട്ടിക്കൾച്ചർ. ദെൻ അടുത്ത നോക്കിയേ, സെറികൾച്ചർ. എന്താണ് സെറികൾച്ചർ എന്ന് പറയുന്നത്? ഈ പട്ടുനൂൽ പുഴു അതിന്റെ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ പുഴു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടതിന് എന്തെന്ന് പറയുന്നത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത പിസികൾച്ചർ. പിസികൾച്ചർ എന്ന് പറയുന്നത് ഈ മത്സ്യങ്ങളെ കൃത്രിമമായി കുളങ്ങളിലോ ടാങ്കുകളിലോ ഒക്കെ വളർത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? പിസികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കി, ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. ഓപ്ഷൻ എ മരണനിരക്ക്, ഓപ്ഷൻ ബി ശിശു മരണനിരക്ക്, ഓപ്ഷൻ സി ആഗോള രോഗഭാരം, ഓപ്ഷൻ ഡി മാതൃമരണനിരക്ക്. സോ ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആഗോള രോഗഭാരം എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചികയാണ് ആഗോള രോഗഭാരം. അടുത്ത നോക്കിയേ, 20ാമത്തെ ചോദ്യം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എ ബാങ്കുകളുടെ ദേശസാൽക്കരണം, ബി വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാന രൂപീകരണം, സി തിരഞ്ഞെടുപ്പ് പരിഷ്കരണം, ഡി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ഓക്കെ, സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി തിരഞ്ഞെടുപ്പ് പരിഷ്കരണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ദിനേശ് ഗോസ്വാമിയുടെ കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഏതായിരുന്നു? തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. ഓക്കെ, അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, 21ാമത്തെ ചോദ്യം. സ്വകാര്യതയ്ക്കുള്ള അവകാശ ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നൽകിയിട്ടുണ്ട്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഓക്കെ, ഓപ്ഷൻ എ 1 ശരിയായത്, ഓപ്ഷൻ ബി 2 ശരിയായത്, ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരി. സോ ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരിയാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21ന്റെ ഭാഗമാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അത് അതിൻ്റെയോടൊപ്പം കൂട്ടിച്ചേർക്കുക. അടുത്ത നോക്കിയ സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക് ആണ്, ഓപ്ഷൻ ബി ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്, ഓപ്ഷൻ സി ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആണ്, ഓപ്ഷൻ ഡി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. സോ ഇവിടെ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം സുഹൃത്തുക്കളെ ഒന്ന് പറയാമോ? യെസ്, ഏതാണ്? ഓപ്ഷൻ ബി ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഓക്കെ, സോ ആമുഖ പ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവന ഇതാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ, ഓക്കെ, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ്, ഓക്കെ, സോഷ്യലിസ്റ്റ് അതോടൊപ്പം തന്നെ മതേതര എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, 1976 42ാം ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനയോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. ആ ഒരു കാര്യം കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്റ് കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ എസ്റ്റിമേറ്റ് കമ്മിറ്റി, ഓപ്ഷൻ ബി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, ഓപ്ഷൻ സി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി കമ്മിറ്റി ഓൺ ഡെലിഗേറ്റഡ് രജിസ്ട്രേഷൻ. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് അല്ലെ. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്റ് കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ,
ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 24ാമത്തെ ചോദ്യം, സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ദേശീയപാത വികസനം, ഓപ്ഷൻ ബി പാർലമെന്റ് സമുച്ചയ നിർമ്മാണം, ഓപ്ഷൻ സി കേന്ദ്ര പദ്ധതികളുടെ പ്രചരണം, ഓപ്ഷൻ ഡി കേന്ദ്ര ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി. സോ സെൻട്രൽ വിസ്ത എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അടുത്ത നോക്കിയ സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ നവംബർ 26, ഓപ്ഷൻ ബി ഒക്ടോബർ 26, ഓപ്ഷൻ സി ജനുവരി 26, ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 26. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ നവംബർ 26 ആണ് അല്ലേ അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഈ നവംബർ 26 എന്ന് പറയുന്ന ഭരണഘടനാ ദിനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26-നാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ, ജനുവരി 26-നാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടന നിലവിൽ വരുന്നത്. അതേസമയം തന്നെ ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1949. ആ ഡേറ്റ് ആണ് എന്നു പറയുന്നത് നവംബർ 26. ഓക്കെ, അതിനാലാണ് എന്ത് ചെയ്യുന്നത്? നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. രണ്ടും വ്യക്തമായി അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ നവംബർ 26 മറ്റ് രണ്ട് പേരുകളിലും കൂടെ അറിയുന്നുണ്ട്. എന്താണ്? സംവിധാൻ ദിവസ്. ഓക്കെ, സംവിധാൻ ദിവസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, ദേശീയ നിയമദിനം. ഓക്കെ, ദേശീയ നിയമദിനം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? നവംബർ 26 ആണ്. സംവിധാൻ ദിവസ്, അതോടൊപ്പം തന്നെ ദേശീയ നിയമദിനം. ഓക്കെ, ഡോക്ടർ BR അംബേദ്കറുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 മുതലാണ് എന്ത് ചെയ്യുന്നത്? നവംബർ 26 സംവിധാൻ ദിവസ് അല്ലെങ്കിൽ ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, അടുത്ത നോക്കിയേ, പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ബി അശോക് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ സി VN റാവു കമ്മിറ്റി, ഓപ്ഷൻ ഡി തുങ്കൻ കമ്മിറ്റി. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി തുങ്കൻ കമ്മിറ്റി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അതവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത നോക്കി 27ാമത്തെ ചോദ്യം, പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഓപ്ഷൻ എ കരുത്ത്, ഓപ്ഷൻ ബി ആയോധനം, ഓപ്ഷൻ സി ആശ്വാസം, ഓപ്ഷൻ ഡി ശ്രദ്ധ. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ കരുത്ത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സുഹൃത്തുക്കളെ, അറിഞ്ഞിരിക്കുക. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. അപ്പോൾ നമ്മുടെ കുറച്ച് പദ്ധതികളൊന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ലൈഫ് പദ്ധതി. ഓക്കെ, ലൈഫ് പദ്ധതി ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്തെന്ന് പറയുന്നത്? ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ലീവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ഓക്കെ, അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് എന്തിനാണ്? അതായത് ഭവനരഹിതമില്ലാത്ത അല്ലെങ്കിൽ വീടുകളൊന്നും ഇല്ലാത്ത, ഓക്കെ, എന്താണ്, എല്ലാവർക്കും വീടുകൾ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു പദ്ധതിയാണ് മിഠായി. ഓക്കെ, അടുത്ത നടന്ന എക്സാമുകളിലൊക്കെ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, സോ മിഠായി എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് 1 പ്രമേഹം. ഓക്കെ, ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായുള്ള സഹായ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മിഠായി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഈ അടുത്ത് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിൽ ചോദിച്ച ഒരു പദ്ധതിയാണ് സുഹൃതം. ഓക്കെ, സുഹൃതം എന്ന് പറയുന്നത് എന്താണ്? ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുക, ഓക്കെ, എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് സുഹൃതം. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കുക. ഒരുപാട് പദ്ധതികളുണ്ട്, നമുക്ക് എല്ലാം കൂടെ ഈ ക്ലാസ്സിൽ പറയാനായിട്ട് പറ്റത്തില്ല. സെപ്പറേറ്റ് അതിൻ്റെ ഒരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കി, 28ാമത്തെ ചോദ്യം,
താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ നൽകിയിരിക്കുന്ന പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. മൂന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 5 വർഷമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ 1 മാത്രം, രണ്ടാമത്തെ 1ഉം 2ഉം മാത്രം, മൂന്നാമത്തെ 1ഉം 3ഉം മാത്രം, നാലാമത്തത് ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം. സോ ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് എന്താണ് PSC അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ. ഓക്കെ, അപ്പൊ നോക്കിയേ എന്തുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവന യോജിക്കുന്നില്ല. അതായത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 6 വർഷമാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ മറ്റൊരു വസ്തുതയാണ്, നിലവിലെ PSC ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് എന്തെന്ന് പറയുന്നത് നിലവിലെ PSC ചെയർമാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ പരിസ്ഥിതി വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ബി ചീഫ് സെക്രട്ടറി, ഓപ്ഷൻ സി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ, ഓപ്ഷൻ ഡി കൃഷി വകുപ്പ് ഡയറക്ടർ. ഓക്കെ, ആരാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ എ അല്ലേ, അത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. സോ നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് എന്തെന്ന് പറയുന്ന പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു വസ്തുത, ലോക തണ്ണീർത്തട ദിനം എന്നാണ് സുഹൃത്തുക്കളെ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ഫാക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, 30ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ഓപ്ഷൻ എ മാനുവൽ ഫെഡറിക്, ഓപ്ഷൻ ബി ധനരാജ് പിള്ള, ഓപ്ഷൻ സി PR രാജേഷ്, ഓപ്ഷൻ ഡി പ്രേം കുമാർ പി. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ, PR ശ്രീജേഷ്. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി. ഓക്കെ, അപ്പൊ ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റു കാര്യങ്ങൾ, 2024 അല്ലെ ഒളിമ്പിക്സ് നടന്നത് പാരീസിൽ വെച്ചാണ്. അവിടെ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരുന്നു? ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 6 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഓക്കെ, 6 മെഡലുകൾ. അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? 1 വെള്ളിയും അതോടൊപ്പം തന്നെ 5 വെങ്കലവും. ഓക്കെ, 1 വെള്ളിയും 5 വെങ്കലവും. ഓക്കെ, വെള്ളി നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ് വെള്ളി നേടിയത്. ദെൻ അടുത്ത ഒളിമ്പിക്സ് നടക്കുന്ന ഏത് വർഷമാണ്? 2028. ഓക്കെ, സമ്മർ ഒളിമ്പിക്സ് ആണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് 2028 ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോകുന്നത്. ഡേറ്റും കൂടെ അറിഞ്ഞിരിക്കുക, 2028 ജൂലൈ 14 മുതൽ ജൂലൈ 30 വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഒളിമ്പിക്സ് നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അടുത്ത ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? ഓപ്ഷൻ എ 30 ദിവസം, ഓപ്ഷൻ ബി 10 ദിവസം, ഓപ്ഷൻ സി 15 ദിവസം, ഓപ്ഷൻ ഡി 45 ദിവസം. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി 15 ദിവസമാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. കറണ്ട് അഫെയർ ആയിട്ട് വരാൻ വളരെ വളരെ ചാൻസ് കൂടുതലുള്ളതാണ്. ഓക്കെ, ഈ അടുത്ത് വരാൻ പോകുന്ന എക്സാമിന് ഉറപ്പായിട്ടും ഇതിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ പേര് മാറ്റിയില്ലേ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഇപ്പോൾ എന്താക്കി? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക് മിഷൻ അല്ലെങ്കിൽ എന്താണ് VVG റാംജി എന്നുള്ള പേരിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ഇപ്പോൾ എന്താക്കി? VVG റാംജി
പദ്ധതി. ഓക്കെ, അതായത് അതിന്റെ ഫുൾ ഫോം ആണ് എന്തെന്ന് പറയുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ. ഓക്കെ, അപ്പോ നേരത്തെ പദ്ധതിയിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇതിലുള്ളത്? അതായത് 2025 നിലവിൽ വന്ന ഈ ഒരു പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങൾ എത്രയാക്കിയിട്ടുണ്ട്? 125 ആക്കിയിട്ടുണ്ട്. 100-ൽ നിന്നും 125 തൊഴിൽ ദിനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വസ്തുത, കേന്ദ്ര സർക്കാർ, അതായത് ഈ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് വേതനമായി കേന്ദ്ര സർക്കാർ 2005 വന്ന അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ 90% വേണം എന്ത് ചെയ്യാനായിട്ടുള്ള വേതനം നൽകാനായിട്ടുള്ള. പക്ഷെ നിലവിൽ കേന്ദ്ര സർക്കാർ 60%, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ 40% വേണം വിഹിതം വഹിക്കാനായിട്ടുള്ള. 60%, 40%. ഓക്കെ, നേരത്തെ 90-10% എന്നുള്ള നിലയ്ക്കായിരുന്നു. അതോടൊപ്പം തന്നെ വേതനം ഒരാഴ്ചക്കകം നൽകണം. ഓക്കെ, ഒരാഴ്ചക്കകം വേതനം നൽകിയില്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം? തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടതായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വസ്തുത, വിളവെടുപ്പ് സമയം തൊഴിൽ കാണത്തില്ല. ഓക്കെ, വിളവെടുപ്പ് സമയം തൊഴിൽ കാണത്തില്ല. ദെൻ അതോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു കാര്യം, കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ തൊഴിൽ നൽകത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ആയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ്, ഉറപ്പായിട്ടും കറണ്ട് അഫെയറിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു ഫാക്റ്റ് ആണ്. ഓക്കെ, VVG റാംജി പദ്ധതി. ഓക്കെ, പേര് മാറി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. 2024 പ്രഖ്യാപിച്ച 54-ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ മമ്മൂട്ടി, ഓപ്ഷൻ ബി പൃഥ്വിരാജ്, ഓപ്ഷൻ സി ജോജു ജോർജ്, ഓപ്ഷൻ ഡി KR ഗോകുൽ. ഓക്കെ, ആരാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? 54-ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി സെലക്ട് ചെയ്യപ്പെട്ടത് ആരാണ്? പൃഥ്വിരാജാണ്. ഏത് സിനിമയുടെ അഭിനയത്തിനാണ്? ആടുജീവിതം എന്ന സിനിമയുടെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച അവാർഡ് അല്ലെങ്കിൽ മികച്ച നടനായുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ 55-ാമത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. സോ അവിടെ മികച്ച നടൻ ആരായിരുന്നു? മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു, അല്ലെ? മമ്മൂട്ടിയായിരുന്നു. ഏത് സിനിമയുടെ അഭിനയത്തിനാണ് കിട്ടിയത്? ഭ്രമയുഗം എന്ന സിനിമയുടെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. ഓക്കെ, അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വസ്തുത, മികച്ച ചിത്രം ഏതായിരുന്നു? മഞ്ഞുമൽ ബോയ്സ്. ഓക്കെ, സംവിധാനം ചിദംബരം. മികച്ച നടി ആരായിരുന്നു? ഷംല ഹംസ. ഓക്കെ, ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. ദെൻ മികച്ച സംവിധായകൻ ആരായിരുന്നു? ചിദംബരം തന്നെയായിരുന്നു, മഞ്ഞുമൽ ബോയ്സ്. അതോടൊപ്പം തന്നെ മികച്ച പിന്നണി ഗായകൻ എസ് ഹരിശങ്കർ, അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചു. അപ്പോൾ 55-ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഓരോ പ്രസ്താവനകളായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. മൂന്നാമത്തെ നോക്കിയേ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ഓക്കെ, സോ അവിടെ ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 2 മാത്രം, ഓപ്ഷൻ സി 2, 3 മാത്രം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. അല്ലെ, ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഇവയെല്ലാം. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നോക്കി വെച്ചോളുക, ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കിയേ. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ അമീബോയിഡ് പ്രോട്ടോസോവ, ഓപ്ഷൻ ബി
സിലിയേറ്റ് പ്രോട്ടോസോവ, ഓപ്ഷൻ സി ഫ്ലജലേറ്റ് പ്രോട്ടോസോവ, ഓപ്ഷൻ ഡി സ്പോറോസോവ. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി സ്പോറോസോവയാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, മലമ്പനിയുടെ രോഗകാരിയായുള്ള പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോറോസോവ പെടുന്നു. അപ്പോൾ ഈ ഒരു പ്ലാസ്മോഡിയം ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏത്? ഓപ്ഷൻ എ ഹീമോഫീലിയ, ഓപ്ഷൻ ബി സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ സി ഫൈനൈൽ കെറ്റോണിയൂറിയ, ഓപ്ഷൻ ഡി ഡൗൺ സിൻഡ്രോം. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഹീമോഫീലിയ അല്ലെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് സുഹൃത്തുക്കളെ? വിറ്റാമിൻ കെ ആണ് കേട്ടോ, വിറ്റാമിൻ കെ ഇതിനോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. അടുത്ത ചോദ്യം നോക്കി. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗഗ്ലിയോണുകളെ നശിപ്പിക്കുകയും ചെയ്യുന്ന രോഗമാണ് ഓപ്ഷൻ എ അൽഷിമേഴ്സ് രോഗം, ഓപ്ഷൻ ബി പാർക്കിൻസൺസ് രോഗം, ഓപ്ഷൻ സി അപസ്മാരം, ഓപ്ഷൻ ഡി സ്കിസോഫ്രീനിയ. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി പാർക്കിൻസൺസ് രോഗം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഗ്ലൂക്കഗോൺ, ഓപ്ഷൻ ബി ഇൻസുലിൻ, ഓപ്ഷൻ സി മെലാറ്റോണിൻ, ഓപ്ഷൻ ഡി വാസോപ്രസിൻ. ഓക്കെ, ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ഗ്ലൂക്കഗോൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കിയേ സുഹൃത്തുക്കളെ. സൊമാറ്റോട്രോപ്പിൻ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ പീമാഗോരത്വം, ഓപ്ഷൻ ബി വാമനത്വം, ഓപ്ഷൻ സി അക്രോമെഗാലി, ഓപ്ഷൻ ഡി ക്രെറ്റിനിസം. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി അക്രോമെഗാലി ആണ് അല്ലേ. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗാലി. അടുത്ത ചോദ്യം നോക്കിയേ, 39. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ നവംബർ 14, ഓപ്ഷൻ ബി നവംബർ 22, ഓപ്ഷൻ സി നവംബർ 5, ഓപ്ഷൻ ഡി നവംബർ 8. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ സുഹൃത്തുക്കളെ? ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നവംബർ 14 ആണ് ലോക പ്രമേയ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ചിഹ്നം, അതായത് ലോക പ്രമേയ സമൂഹത്തിന്റെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം എന്താണ് സുഹൃത്തുക്കളെ? നീലവൃത്തമാണ് ചിഹ്നം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീലവൃത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഒരു ലോക പ്രമേയ സമൂഹത്തിന്റെ ഐക്യം സൂചിപ്പിക്കാനായിട്ടാണ് നീലവൃത്തം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട ദിനങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഫെബ്രുവരി 4. ഫെബ്രുവരി 4 എന്ന് പറയുന്നത് എന്താണ്? ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4 എന്ന് പറയുന്നത്. ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. ദെൻ ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വസ്തുത, ഏപ്രിൽ 7. ഏപ്രിൽ 7 എന്ന് പറയുന്നത് എന്താണ്? ലോകാരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആണ് എന്തെന്ന് പറയുന്നത്? ഏപ്രിൽ 7 എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7. ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വസ്തുത, ജൂൺ 14. ജൂൺ 14 എന്ന് പറയുന്നത് എന്താണ്? ലോക രക്തദാന ദിനം. ലോക രക്തദാന ദിനമാണ് എന്തെന്ന് പറയുന്നത്? ജൂൺ 14. ഈ ഒരു 3 കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. അടുത്ത നടന്ന പരീക്ഷകളിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത 40ാമത്തെ ചോദ്യം. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആസാം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സുഹൃത്തുക്കളെ? ആസാമിലാണ്. അടുത്ത ചോദ്യം നോക്കിയ 41ാമത്തെ ചോദ്യം. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ
ബാർബറ കിങ് സോൾവർ, ഓപ്ഷൻ ബി ആരതി കുമാർ റാവു, ഓപ്ഷൻ സി അമിതവ് ഘോഷ്, ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, 42ാമത്തെ ചോദ്യം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ്. ഓപ്ഷൻ എ വിസ്കസ് ബലം, ഓപ്ഷൻ ബി പ്ലവക്ഷമ ബലം, ഓപ്ഷൻ സി അഡ്ഹിഷൻ ബലം, ഓപ്ഷൻ ഡി കൊഹിഷൻ ബലം. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ വിസ്കസ് ബലമാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റ് ഓപ്ഷൻ നൽകിയിരിക്കുന്നവയും കൂടെ ഒന്ന് നോക്കാം. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്? അതായത് ഒരു ദ്രാവകം എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിനെ മുകളിലേക്ക് തള്ളുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ കൂട്ടുകാർക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അതായത് കപ്പലുണ്ടല്ലോ, കപ്പൽ വെള്ളത്തിലൂടെ പോകുന്നത്. ഓക്കെ, ഏത് ബലത്തിന് ഉദാഹരണമാണ്? പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ മുങ്ങിക്കിടക്കുന്ന വസ്തുവിനെ എന്ത് ചെയ്യുകയാണ്? അവിടെ അതിനെ മുകളിലേക്ക് തള്ളുകയാണ് അല്ലെ, അതുകൊണ്ടാണ് കപ്പൽ മുങ്ങി പോകാതെ വെള്ളത്തിലൂടെ പോകുന്നത്. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു ഉദാഹരണമാണ് വായു നിറച്ച ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്നു പൊങ്ങുന്നത്. ഓക്കെ, അതും ഈ പ്ലവക്ഷമ ബലത്തിന്റെ ഉദാഹരണമാണ്. ദെൻ അതോടൊപ്പം തന്നെ അടുത്ത അഡ്ഹിഷൻ ബലം. ഓക്കെ, അഡ്ഹിഷൻ ബലം എന്ന് പറയുന്നത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? അഡ്ഹിഷൻ ബലം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ വെള്ളം ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അഡ്ഹിഷൻ ബലത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ പറ്റിപ്പിടിക്കാനായി സഹായിക്കുന്ന ബലം. പക്ഷെ അവിടെ പ്രത്യേക ഒരു കാര്യം എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകളായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ അടുത്ത കൊഹിഷൻ ബലം. കൊഹിഷൻ ബലം എന്ന് പറയുന്നത് ഒരേ തരം തന്മാത്രകൾ തമ്മിൽ ആകർഷിക്കുന്ന ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ അഡ്ഹിഷൻ എന്ന് പറയുന്ന വ്യത്യസ്ത തന്മാത്ര, ഇവിടെ എന്ന് പറയുന്നത് ഒരേ തരം തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്ന ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെർക്കുറി. ഓക്കെ, മെർക്കുറി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതലത്തിൽ വീണ് കഴിഞ്ഞാൽ അത് അങ്ങനെ പടർന്നു പിടിക്കാതെ എങ്ങനെയാണ് ഒഴുകുന്നത്? മുത്തുകൾ പോലെ ഇങ്ങനെ ഉരുണ്ടാണ് ഇറങ്ങുന്നത് അല്ലെ. അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഈ ഒരു കൊഹിഷൻ ബലത്തിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഓരോന്നിന്റെ ഉദാഹരണവും കൂടെ പഠിച്ചു വച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ എ സമതല ദർപ്പണം, ഓപ്ഷൻ ബി കോൺകേവ് ദർപ്പണം, ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ്, ഓപ്ഷൻ ഡി കോൺവെക്സ് ദർപ്പണം. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി കോൺവെക്സ് ദർപ്പണമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. സ്ഥിതികോർജം എന്ന് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ? സ്ഥിതികോർജം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ അവിടെ നൽകിയിരിക്കുന്ന എന്താണ്? അമർത്തിയ സ്പ്രിംഗ്. ഓക്കെ, അമർത്തിയ സ്പ്രിംഗ്, അതോടൊപ്പം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി എല്ലാം, ഓപ്ഷൻ ഡി 2 and 3. ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി 1 and 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അതാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള? സ്ഥിതികോർജമായി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദെൻ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഗതികോർജത്തിന്റെ സന്ദർഭമാണ് എന്തെന്ന് പറയുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയ സുഹൃത്തുക്കളെ. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV അല്ലെങ്കിൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ചന്ദ്രയാൻ, ഓപ്ഷൻ ബി പുഷ്പക്, ഓപ്ഷൻ സി ഗഗൻയാൻ, ഓപ്ഷൻ ഡി PSLV. ഓക്കെ, സോ ഇവിടത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് സുഹൃത്തുക്കളെ? ഓപ്ഷൻ
ബി പുഷ്പക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, കറണ്ട് അഫെയർ ആണ്, നല്ല രീതിയിൽ നോക്കി വെച്ചോളുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചില കൂട്ടുകാർ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാതെ നമുക്ക് കേട്ട് പരിചയം എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യും, PSLVയിലോട്ട് പോകും. അപ്പോൾ എന്താണ് PSLV എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് PSLV എന്ന് പറയുന്നത്? അതായത് ISROയുടെ പടക്കുതിര എന്നറിയപ്പെടുന്ന ആണ് എന്തെന്ന് പറയുന്നത്, PSLV എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എന്താണ്? പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ദെൻ ഇതിന്റെ ഉപയോഗം എന്താണ്? അതായത് ഭൂമിയുടെ ധ്രുവീയ ഭ്രമണപഥത്തിലേക്ക് അല്ലെങ്കിൽ പോളാർ ഓർബിറ്റ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, PSLV എന്ന് പറയുന്നത്. ഭൂമിയുടെ എവിടെയാണ്, പോളാർ ഓർബിറ്റ് അല്ലെങ്കിൽ ധ്രുവീയ ഭ്രമണപഥത്തിലോട്ട് എത്തിക്കാനായി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, PSLV എന്ന് പറയുന്നത്. നമ്മുടെ ചന്ദ്രയാൻ 1 അതോടൊപ്പം തന്നെ മംഗൾയാനും ഒക്കെ ഈ ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കാനായി സഹായിച്ചത് ഈ PSLV ആണ്. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, 46ാമത്തെ ചോദ്യം. ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗര ദൗത്യം? ഓക്കെ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ചന്ദ്രയാൻ 1, ഓപ്ഷൻ ബി ചന്ദ്രയാൻ 2, ഓപ്ഷൻ സി ആദിത്യ L1, ഓപ്ഷൻ ഡി ആദിത്യ L2. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആദിത്യ L1 ആണ് ISROയുടെ ആദ്യത്തെ സൗര ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദിത്യ L1നെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ബഹിരാകാശ, അതായത് സൂര്യനെ പറ്റി പഠിക്കാനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ആദിത്യ L1 എന്ന് പറയുന്നത്. ഡേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിക്കുന്നത്. 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് അതിൻ്റെ ഭ്രമണപഥത്തിൽ അല്ലെങ്കിൽ ഹലോ ഓർബിറ്റ് എന്ന് പറയും, ആ ഒരു ഹലോ ഓർബിറ്റിൽ എത്തിച്ചേർന്നത് എന്നാണ് 2024 ജനുവരി 6-നാണ് എന്ത് ചെയ്യുന്നത്, ഹലോ ഓർബിറ്റിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, ഹലോ ഓർബിറ്റിൽ എത്തിച്ചേരുന്നത് 2024 ജനുവരി 6. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം ഓപ്ഷൻ എ കൂടുന്നു, ബി അതേപടി തുടരുന്നു, സി കുറയുന്നു, ഡി ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു. അല്ലെ, ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം എന്താണ്, കുറയുന്നു. ഓപ്ഷൻ സി കുറയുന്നു. ആവർത്തന പട്ടികയിൽ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ മുകളിലോട്ട് പോകുന്തോറും ലോഹ ഗുണം അല്ലെങ്കിൽ മെറ്റലിന്റെ ഗുണം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അടുത്ത 48ാമത്തെ ചോദ്യം നോക്കിയേ. അമോണിയം സൾഫേറ്റ്. ഓപ്ഷൻ എ ബേസിക് ലവണം, ഓപ്ഷൻ ബി അസിഡിക് ലവണം, ഓപ്ഷൻ സി ന്യൂട്രൽ ലവണം, ഓപ്ഷൻ ഡി സങ്കീർണ ലവണം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി അസിഡിക് ലവണമാണ്. അല്ലെ, അസിഡിക് ലവണമാണ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. 49ാമത്തെ ചോദ്യം നോക്കിയ സുഹൃത്തുക്കളെ. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ എ നിക്കോട്ടിൻ, ഓപ്ഷൻ ബി ക്വിനിൻ, ഓപ്ഷൻ സി മോർഫീൻ, ഓപ്ഷൻ ഡി കഫീൻ. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി കഫീൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ആൽക്കലോയിഡ്, ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? അല്ലെ, കഫീൻ അത്ര നല്ലതല്ലെന്നൊക്കെ പറയാറുണ്ട്. അടുത്ത 50ാമത്തെ ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ഓക്കെ, പ്രതിനിധീകരിക്കാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇലകൾ കത്തിക്കുന്നത്, ഓപ്ഷൻ ബി മുന്തിരിയുടെ അഴുകൽ, ഓപ്ഷൻ സി പുതുതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നത്, ഓപ്ഷൻ ഡി ജലം ഐസ് ആകുന്ന പ്രക്രിയ. അല്ലെ, വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടും എന്താണ്? ഓപ്ഷൻ ഡി ജലം ഐസ് ആകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്. ഓക്കെ, അവിടെ പ്രതിനിധീകരിക്കാത്തത് കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ. അടുത്ത ചോദ്യം നോക്കിയ 51ാമത്തെ ചോദ്യം. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമം, ഓപ്ഷൻ ബി ചാൾസ് നിയമം,
ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം, ഓപ്ഷൻ ഡി ഗ്രഹാം നിയമം. അല്ലെ, ഏതാണ് സുഹൃത്തുക്കളെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് ആൻസർ. ഓക്കെ, അപ്പൊ എന്താണ് ബോയിൽ നിയമം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, ബോയിൽ നിയമം എന്ന് പറയുന്നത് അതിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. താപം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരമായിരിക്കും. അപ്പോൾ താപം സ്ഥിരമാകുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം, ഓക്കെ, വോളിയം എന്ന് പറയുന്നത് വോളിയവും അതോടൊപ്പം തന്നെ പ്രഷറും, ഓക്കെ, വോളിയവും പ്രഷറും എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും? വിപരീതാനുപാതത്തിലായിരിക്കും. ഓക്കെ, അതായത് ടെമ്പറേച്ചർ താപം കോൺസ്റ്റന്റ്, പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും എന്നതാണ് ബോയിൽ നിയമം. ഉദാഹരണവും കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ഈ സിറിഞ്ച് ഉണ്ടല്ലോ, ഈ സിറിഞ്ചിന്റെ പിസ്റ്റൺ അമർത്തുന്നത് ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ ശ്വസന പ്രക്രിയ, ഓക്കെ, ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. ദെൻ അതോടൊപ്പം തന്നെ ഈ സൈക്കിൾ പമ്പ്, ഓക്കെ, അതെന്താണ്? ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. ദെൻ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ചാൾസ് നിയമം. ഓക്കെ, ചാൾസ് നിയമം എന്താണ്? അവിടെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സ്ഥിരമായിരിക്കും. അപ്പോൾ വാതകത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വാതകത്തിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ പരമതാപനില അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് നേർ അനുപാതമായിരിക്കും. അതായത് നമ്മൾ കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യുന്നെങ്കിൽ ഇതേപോലെ വേണം ഡിനോട്ട് ചെയ്യാനായിട്ടുള്ള മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വാതകത്തിന്റെ താപനില, ടെമ്പറേച്ചറിന്റെ താപനില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കൂടുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? വോളിയം കൂടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടയറിലെ വായു, ഓക്കെ, ടയറിലെ വായു എന്തിന്റെ ഉദാഹരണമാണ്? ഈ ഒരു ചാൾസ് നിയമത്തിന് ഉദാഹരണമാണ്. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, 52ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഓപ്ഷൻ എ സ്മാരകശിലകൾ, ഓപ്ഷൻ ബി ദൈവത്തിന്റെ കണ്ണ്, ഓപ്ഷൻ സി അറബി പൊന്ന്, ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. അല്ലെ, നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. പുസ്തകമൊക്കെ വായിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? കിട്ടുന്ന ഒരു ആൻസർ ആണ്. അല്ലെ, ഏതാണ്? ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം. ഇനി ഓരോ കൃതികളും എഴുതിയത് ആരൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത് ആരാ സുഹൃത്തുക്കളെ? OV വിജയനാണ് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത്. ഓക്കെ, ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത് OV വിജയൻ. അതോടൊപ്പം തന്നെ അറബി പൊന്ന് എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായരും അതോടൊപ്പം തന്നെ NP മുഹമ്മദും കൂടെയാണ് എന്ത് ചെയ്യുന്നത്? അറബി പൊന്ന് എഴുതുന്നത്. ഓക്കെ, ദെൻ ദൈവത്തിന്റെ കണ്ണെന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതുന്നത്? NP മുഹമ്മദ് ആണ് എഴുതുന്നത്. ഈ ദൈവത്തിന്റെ കണ്ണെന്ന് പറയുന്ന പുസ്തകത്തിന് 1993 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നുണ്ട്. ദെൻ സ്മാരകശിലകൾ എന്ന് പറയുന്ന കൃതി എഴുതിയത് പൂനത്തിൽ കുഞ്ഞഹമ്മദ് ഉള്ള എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്മാരകശിലകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള. ഇത്രയും കാര്യങ്ങളും കൂടെ അവിടെ കൂട്ടിച്ചേർക്കുക. അടുത്ത 53ാമത്തെ ചോദ്യം നോക്കിയേ. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ അംബികാസുധൻ മാങ്ങാട്, ഓപ്ഷൻ ബി ഡോക്ടർ വന്ദന ശിവ, ഓപ്ഷൻ സി ഡോക്ടർ MS സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി ശ്രീധർ രാധാകൃഷ്ണൻ. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കി. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം സെൻട്രൽ, ഓപ്ഷൻ ബി കാഞ്ഞങ്ങാട്, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി എറണാകുളം സൗത്ത്. ഓക്കെ, ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ തിരുവനന്തപുരം സെൻട്രൽ ആണ്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം? ഓപ്ഷൻ എ മലേഷ്യ, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ,
ഓപ്ഷൻ ഡി ജപ്പാൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ജപ്പാൻ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, 2023 കാര്യമാണ് പറയുന്ന പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ് സുഹൃത്തുക്കളെ? ജപ്പാനാണ്. അപ്പോൾ 2023 ജേതാക്കൾ ആരായിരിക്കും? ഹോക്കി ടൂർണമെന്റിലെ ജേതാക്കൾ സ്വാഭാവികപരമായിട്ട് ആരായിരിക്കും? ഇന്ത്യ ആയിരിക്കും അല്ലേ? ഇന്ത്യയാണ് ജേതാക്കൾ. ഓക്കെ, എതിരാളികൾ ആരായിരുന്നു? ഇന്ത്യയുടെ എതിരാളികൾ മലേഷ്യ ആയിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. 2023 കാര്യമാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ 2024 ആരായിരുന്നു എതിരാളികൾ? ആരൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ആരായിരുന്നു ജേതാക്കൾ? ജേതാക്കൾ ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു ജേതാക്കൾ. എതിരാളികൾ ചൈനയായിരുന്നു. ഓക്കെ, ചൈനയിലുമായിരുന്നു ആ ഒരു ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. ഓക്കെ, എങ്കിൽ 2025 ഗുജറാത്തിലെ രാജ്കോട്ടിൽ, ഓക്കെ, ഗുജറാത്തിലെ രാജ്കോട്ടിൽ വെച്ച് നടന്ന ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിയിലെ ജേതാക്കൾ ആരായിരുന്നു? ഇന്ത്യ തന്നെയായിരുന്നു ജേതാക്കൾ. എതിരാളികൾ ആരായിരുന്നു? എതിരാളികൾ സൗത്ത് കൊറിയ ആയിരുന്നു എതിരാളികൾ. ഓക്കെ, സൗത്ത് കൊറിയ ആയിരുന്നു എതിരാളികൾ. ഓക്കെ, ദെൻ 2025 സെമി ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ്. ഫൈനലിൽ എതിരാളികളും കൂടെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത 56ാമത്തെ ചോദ്യം. ഓക്കെ, തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതാണ്? ഓപ്ഷൻ എ കേരള ചന്ദ്രിക, ഓപ്ഷൻ ബി കേരള കൗമുദി, ഓപ്ഷൻ സി കേരള പത്രിക, ഓപ്ഷൻ ഡി കേരള ദർപ്പണം. ഏതാണ് സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ കേരള ചന്ദ്രികയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത 57ാമത്തെ ചോദ്യം. സംസ്ഥാന കായിക ദിനം എന്നാണ്? സംസ്ഥാന കായിക ദിനം ഓപ്ഷൻ എ ഒക്ടോബർ 7, ഓപ്ഷൻ ബി ഒക്ടോബർ 11, ഓപ്ഷൻ സി ഒക്ടോബർ 13, ഓപ്ഷൻ ഡി ഒക്ടോബർ 12. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനം. ആരുടെ ജന്മദിനമാണ് നമ്മൾ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്? GV രാജയുടെ ജന്മദിനമാണ് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത, നാഷണൽ സ്പോർട്സ് ഡേ എന്നാണ്. നാഷണൽ സ്പോർട്സ് ഡേ. ഓക്കെ, നാഷണൽ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29 എന്തെന്ന് പറയുന്നത്? നാഷണൽ സ്പോർട്സ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? മേജർ ധ്യാൻചന്ദ്. ഓക്കെ, മേജർ ധ്യാൻചന്ദിന്റെ, ഹോക്കി മാന്ത്രികനായിട്ടുള്ള ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അന്നാണ് നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത, ദേശീയ യുവജന ദിനം. ഓക്കെ, ദേശീയ യുവജന ദിനം എന്നാണ്. ദേശീയ യുവജന ദിനം ജനുവരി 12 എന്ത്? ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത്. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത, ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജനുവരി 12 ദേശീയ യുവജന ദിനം എന്ന് പറയുന്ന ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സെപ്റ്റംബർ 5 എന്താണ്? നാഷണൽ ടീച്ചേഴ്സ് ഡേ. ഓക്കെ, നാഷണൽ ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5. ഓക്കെ, രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് എന്ത് ചെയ്യുന്നത്? സെപ്റ്റംബർ 5 ആ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഓപ്ഷൻ സി കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഓപ്ഷൻ ഡി കരിവള്ളൂർ മുരളി. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ സുഹൃത്തുക്കളെ? നോക്കിയേ, ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഏതാണ് സുഹൃത്തുക്കളെ? ഓപ്ഷൻ ഡി ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ. ഓക്കെ, അത് അവിടെ അറിഞ്ഞിരിക്കുക. അത് നിങ്ങൾക്ക് IT ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ യാഹൂ, ഓപ്ഷൻ ബി സഫാരി, ഓപ്ഷൻ സി ഗൂഗിൾ,
ഓപ്ഷൻ ഡി ബിങ്. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി സഫാരിയാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ LGSന് IT നിന്ന് എന്ത് ചെയ്യത്തില്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത 62ാമത്തെ ചോദ്യം. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര്? ഓപ്ഷൻ എ ഇ ഡിസ്ട്രിക്ട്, ഓപ്ഷൻ ബി ഇ സേവനം, ഓപ്ഷൻ സി അക്ഷയ, ഓപ്ഷൻ ഡി ഫ്രണ്ട്സ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ഇ സേവനമാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സൈബർ ഭീകരത, ഓപ്ഷൻ ബി പകർപ്പവകാശ ലംഘനം, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ്, ഓപ്ഷൻ ഡി സൈബർ ഹരാസ്മെന്റ്. ഓക്കെ, ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ സൈബർ ഭീകരത. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 64ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടുന്ന സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ അത് അപേക്ഷിച്ച് ലഭിച്ച 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. ഓപ്ഷൻ ബി 1 മാസത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ഓപ്ഷൻ സി ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകേണ്ടതാണ്. ഓപ്ഷൻ ഡി 24 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. സോ സുഹൃത്തുക്കളെ, ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ? അത് അപേക്ഷിച്ച് ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. പക്ഷേ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട പരിധിയാണ്. ഓക്കെ, ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ. അതേസമയം തന്നെ സാധാരണ 2025 വിവരാവകാശ നിയമപ്രകാരം ഓക്കെ, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം? 30 ദിവസത്തിനകം വേണം വിവരം നൽകാനായിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷ, പ്രതിരോധം, വ്യക്തിഗത സ്വാതന്ത്ര്യം, അതുപോലെ കോടതി വിലക്കുകളുള്ള കാര്യങ്ങൾ, ഇതൊന്നും സെക്ഷൻ 8 പ്രകാരം വിവരം നൽകേണ്ട കാര്യമില്ല. ഒന്നും കൂടെ, ദേശീയ സുരക്ഷ, പ്രതിരോധം, വ്യക്തിഗത സ്വകാര്യത, കോടതി വിലക്കുള്ള വിവരങ്ങൾ, ഇതൊന്നും സെക്ഷൻ 8 പ്രകാരം വിവരം നൽകേണ്ട കാര്യമില്ല. ഓക്കെ, ഇതും കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്ര? ഓപ്ഷൻ എ 12 മാസം, ഓപ്ഷൻ ബി 6 മാസം, ഓപ്ഷൻ സി 5 മാസം, ഓപ്ഷൻ ഡി 3 മാസം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി 5 മാസമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നതെന്നാണ് 1986 നിലവിൽ വന്നത്. പക്ഷേ ഇത് പിന്നീട് 2019 എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിയമത്തിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തുന്നുണ്ട്. എന്താണ് ആ മാറ്റം എന്ന് പറയുന്നത്? അതായത് ഇ കൊമേഴ്സ്, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇടപാടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമം എന്ന് വന്നു. 2019 അവർ ഇത് ഭേദഗതി ചെയ്തു. ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2020 ജൂലൈ 20 ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 66ാമത്തെ ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. ഈ ചിലവരൊക്കെ ഇത് വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമെന്ന് പറഞ്ഞ് സ്കിപ്പ് അടിച്ച് കളയും. പക്ഷേ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിച്ചേരാൻ കഴിയുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ 66. താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പിൽ പെട്ടതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനും വിലക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗാർഹികാതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം.
നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർ കക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ നൽകിയിരിക്കുന്നത് 1 ഉം 2 ഉം സൈബർ നിയമം. രണ്ടാമത്തെ 3 ഉം 4 ഉം മനുഷ്യാവകാശ നിയമം. സി 1 ഉം 2 ഉം 3 ഉം 4 ഉം ഇന്ത്യൻ ശിക്ഷാ നിയമം. ഡി 1 ഉം 2 ഉം 3 ഉം 4 ഉം ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം. സ്വാഭാവികപരമായിട്ട് അത് വായിച്ചു നോക്കിയാൽ ഇത് ഏത് നിയമങ്ങളുടെ പരിധിയിൽപ്പെടുന്നതാണ്? ഓപ്ഷൻ ഡി അല്ലേ? 1 ഉം 2 ഉം 3 ഉം ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. സോ അത് അവിടെ അറിഞ്ഞിരിക്കുക. സിമ്പിളായിട്ട് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം നോക്കിയാൽ 67ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വച്ചാണ് വിചാരണ നടത്തേണ്ടത്. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. സി, കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തുന്നതും അത് വയ്ക്കുന്നെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതിക്ക് രേഖപ്പെടുത്തേണ്ടതുമാണ്. ഓപ്ഷൻ ഡി, കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. സോ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് സുഹൃത്തുക്കളെ? ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയല്ലാത്ത പ്രസ്താവന. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികൾ വച്ച് വിചാരണ ചെയ്യേണ്ടതാണ്. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. ഓക്കെ, അപ്പോൾ ഇത് നാലും എന്താണ്? പോക്സോ ആക്ട് പ്രകാരം അല്ലെങ്കിൽ പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് അല്ലേ? എന്നാണ് നിലവിൽ വന്നത്? 2012 നവംബർ 14 നിലവിൽ വരുന്നത്. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്? 2019 ഭേദഗതിയും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, 2012 നവംബർ 14 നിലവിൽ വരുന്നു, 2019 ഭേദഗതി ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി 68ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയെ ഏത് നിയമത്തിന്റെ പ്രധാന സവിശേഷതയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. ഓപ്ഷൻ എ 2018 പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമം. ഓപ്ഷൻ ബി 1989 പട്ടികജാതി പട്ടികവർഗ നിയമം. ഓപ്ഷൻ സി 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം. ഓപ്ഷൻ ഡി 1955 പൗരാവകാശ സംരക്ഷണ നിയമം. സോ ഏതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ 2018 പട്ടികജാതി പട്ടികവർഗ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളാണ് നൽകിയിട്ടുള്ളത്. കൃത്യമായിട്ട് അത് വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നടന്ന ചോദ്യപേപ്പറിലൊക്കെ ഈ ഒരു നിയമവുമായിട്ട് ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയ സുഹൃത്തുക്കളെ 69ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ OCR ഏതാണ്? ഓക്കെ, സോ അവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അവിടെ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി, അതായത് 4 ശരി ഉത്തരം. OCR എന്ന് പറയുന്നത് എന്താണ്? സ്കാൻ ചെയ്ത ഡോക്യുമെന്റിൽ നിന്നും അച്ചടിച്ചതും കൈയെഴുത്തുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായും വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി 70ാമത്തെ ചോദ്യം. ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോകസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. ഓക്കെ, അപ്പോൾ അവിടെ
കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോകസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷ കാലാവധിയാണ്. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാം. ലോകസഭയിലെ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേരെ ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റു 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം എഴുതുക. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി മൂന്നാമത്തത് ശരിയല്ല. ഓപ്ഷൻ ഡി 1ഉം 4ഉം ശരിയാണ്. ഓക്കെ, സോ ഇവിടെ ഏതാണ് ഉത്തരം? മൂന്നാമത്തത് ശരിയല്ല. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് എഴുതേണ്ടതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം എഴുതുക. സോ മൂന്നാമത്തത് ശരിയല്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നോക്കിയേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെ ലോകസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരന് ലോകസഭയിലേക്ക് മത്സരിക്കാം. അതോടൊപ്പം തന്നെ നാലാമത്തെ ഓപ്ഷൻ, 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരന് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചോദ്യപേപ്പർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങുന്ന സമയത്തെ കൂട്ടുകാരുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ടോപ്പിക്സ്, അതായത് പല പല ചോദ്യപേപ്പറിലൂടെ ഇപ്പം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു PYQ സീരീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല ചോദ്യ പേപ്പറുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ചില ടോപ്പിക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് തന്നെ ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ടോപ്പിക്കുകൾ INC, അതേപോലെ തന്നെ ഇപ്പോൾ GK കറണ്ട് അഫെയർ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു എന്താണ് മഹാത്മാഗാന്ധി ആ ഒരു തൊഴിലുറപ്പ് പദ്ധതി, അതിൻ്റെ പേരൊക്കെ മാറുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇനിയുള്ള പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക, റിവിഷൻ ചെയ്യുക. സോ മുന്നോട്ട് വരിക പഠിച്ച്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.